പ്രിയ കുട്ടികളെ, കഴിഞ്ഞ ദിവസം 3 കണക്ക് LPPയുടെ തന്നതാണ്. നിങ്ങളത് ചെയ്തതെന്ന് വിചാരിക്കുന്നു. കുറച്ച് കണക്കോടെ നമുക്ക് ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. കൺസിഡർ ദി LPP maximize Z is equal to 4x plus y subject to the constraints x plus y less than or equal to 50, 3x plus y less than or equal to 90, x greater than or equal to 0, y greater than or equal to 0. Draw its feasible region. Find the corner points of the feasible region. Find the corner at which Z attains its maximum. നമ്മൾ ചെയ്തേക്കൂട്ട് കണക്ക് തന്നെ മാക്സിമൈസ് ആണെന്ന് മനസ്സിലായി. നമ്മുടെ 4 കൺസ്ട്രെയിൻറ്റിൽ ആദ്യം നമ്മൾ x plus y equal to 50 എന്ന ലൈൻ വരയ്ക്കാൻ വേണ്ടി പോയിൻ്റ് എടുക്കുവാണ്. പിന്നെ 3x plus y equal to 90 എന്ന ലൈൻ വരയ്ക്കാനും പോയിൻ്റ് എടുക്കുവാണ്. x plus y equal to 50. x 0 വരുമ്പോൾ y എത്രയാണ്? 50. y 0 വരുമ്പോൾ x എത്രയാണ്? 50. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 പോയിൻ്റ്, ഒന്ന് 0, 50, പിന്നെ 50, 0. 0, 50 എന്ന് പറയുന്ന പോയിൻറ്റിൽ ബ്രാക്കറ്റിലാണ് x കോർഡിനേറ്റ് 0, 50 y കോർഡിനേറ്റ് ആയിട്ട് വരുന്ന പോയിൻ്റ്. അപ്പോൾ y അക്ഷത്തിൽ 50 ആണത്. ഇനി 50, 0 ബ്രാക്കറ്റ് ഇട്ടേച്ച് 50, 0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിനെയാണ് പോയിൻ്റ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 50, 0യിൽ x കോർഡിനേറ്റ് 50 ആയതുകൊണ്ട് x അക്ഷത്തെ 50 അടയാളപ്പെടുത്തും. ഇതാണ് ആ ലൈൻ. ആ ലൈൻ വരച്ചിട്ട് x plus y equal to 50 അതിൻ്റെ അടുത്ത് എഴുതുക. അടുത്ത ലൈൻ വരയ്ക്കാൻ വേണ്ടി x 0 എടുക്കുമ്പോൾ ഇവിടെ 0 ആയിപ്പോയി. y 90 കിട്ടി. y 0 എടുക്കുമ്പോൾ 3x is equal to 90 വന്നിട്ട് x 30 കിട്ടി. ഒരു പോയിൻ്റ് 0, 90 അത് y അക്ഷത്തിലാണ്. അടുത്ത പോയിൻ്റ് 30, 0 അത് x അക്ഷത്തിലാണ്. അപ്പോൾ നമുക്ക് ആ 2 പോയിൻ്റ് ചേർത്ത് യോജിപ്പിക്കുമ്പോൾ 3x plus y is equal to 90 എന്ന ലൈൻ കിട്ടി. അതിങ്ങനെ സൈഡിൽ എഴുതുക. ഇനി നമ്മുടെ ഫീസിബിൾ റീജിയൻ വരയ്ക്കാൻ വേണ്ടി x plus y less than or equal to 50. ഇതാണ് x plus y equal to 50 എന്ന ലൈൻ. ഇത് ഈ കടലാസിനെ 2 ആക്കി മുറിച്ച് ഈ ലൈൻ്റെ മുകളിലുള്ള ഇത്രയും സ്ഥലവും ഈ ലൈൻ്റെ താഴെയുള്ള ഇത്രയും സ്ഥലവും അതിൽ താഴെയുള്ള ഭാഗത്താണ് 0, 0. 0, 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ 0 plus 0 less than or equal to 50. അതായത് 0 less than or equal to 50 എന്ന് പറയുന്നത് ശരിയാണ്. അതുകൊണ്ട് ഈ ലൈൻ്റെ താഴേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. താഴേക്കുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരും. ഇനി അടുത്ത കൺസ്ട്രെയിൻറ്റ് നോക്കുക. 3x plus y less than or equal to 90. ഇതാണ് 3x plus y equal to 90 എന്ന ലൈൻ. അതിൻ്റെ താഴ്ഭാഗത്താണല്ലോ 0, 0 എന്ന പോയിൻ്റ് കിടക്കുന്നത്. നമുക്ക് ആ പോയിൻ്റ് എടുത്ത് ഇനിക്വാളിറ്റിയിൽ ഇട്ട് കൊടുക്കാം. 3 × 0 plus 0 അതായത് LH 0 less than or equal to 90. അത് ശരിയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ലൈൻ്റെ താഴേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ ലൈൻ്റെയും താഴേക്കുള്ള ഭാഗമാണ്, രണ്ടാമത്തെ ലൈൻ്റെയും താഴേക്കുള്ള ഭാഗമാണ്. ഈ 2 ഭാഗം കൂടി കോമൺ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എല്ലാം വരും. 2 ലൈൻ്റെയും താഴേക്കുള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെ എല്ലാം വന്നിട്ട് ഇങ്ങനെ വരും. ഇത്രയും സ്ഥലം വരും. അതായത് ഈ x അക്ഷത്തിൻ്റെയും y അക്ഷത്തിൻ്റെയും ഇങ്ങേ സൈഡിലേക്കും കൂടെ കയറി വരും. പക്ഷേ ഇനി നമുക്ക് 2 കൺസ്ട്രെയിൻറ്റ് കൂടിയുണ്ട്. x greater than or equal to 0, y greater than or equal to 0. നിങ്ങൾക്കറിയാം x is equal to 0 എന്ന ലൈൻ y ആക്സിസ് ആണ്. y is equal to 0 എന്ന ലൈൻ x ആക്സിസ് ആണ്. പിന്നെ x greater than or equal to 0, y greater than or equal to 0 ഒന്നിച്ച് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുകയാണ്. ആ 2 ലൈൻ ഉൾപ്പെടെ. ഏത് 2 ലൈൻ? x അക്ഷം y അക്ഷം ഉൾപ്പെടെ. പോസിറ്റീവ് x അക്ഷം പോസിറ്റീവ് y അക്ഷം ഉൾപ്പെടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ സ്ഥലം കൂടി ഈ ലൈൻ്റെ താഴെ ഇവിടെയും താഴെ ഈ സൈഡിലേക്ക് വരുന്നതിൻ്റെ കൂട്ടത്തിൽ പെടുമ്പോൾ ഈ പുറത്തുള്ള x അക്ഷത്തിൻ്റെയും y അക്ഷത്തിൻ്റെയും പുറത്തുള്ള ഭാഗം ഔട്ടായിട്ട് ഈ സ്ഥലം മാത്രമായിട്ട് ഫീസിബിൾ റീജിയൻ കിട്ടും. ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് അല്ലെങ്കിൽ വെർട്ടീസസ് കാണാനാണ്. 1 O 0, 0, 2 A 30, 0. നമുക്കിത് കണ്ടറിയാം. 30, 0 x അക്ഷത്തിലെ പോയിൻ്റ് ആയതുകൊണ്ട്. B മാത്രം നമുക്കറിയത്തില്ല. C 0, 50 y അക്ഷത്തിലെ പോയിൻ്റ് ആയതുകൊണ്ട്. To find B solve x plus y equal to 50 and 3x plus y is equal to 90. ഇക്വേഷൻ 1, 2 സോൾവ് ചെയ്യുകയാണ്. ഇക്വേഷൻ 2 ഒന്ന് കുറച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയത് 2x is equal to y പോയി കിട്ടി 40 കിട്ടി. x 20 എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ 20 + 30 ആണല്ലോ 50. അപ്പോൾ y എത്ര കിട്ടി? 30. അങ്ങനെ നമ്മുടെ B എന്ന പോയിൻ്റ് 20, 30.
അതിവിടെ എടുത്തെഴുതി. അങ്ങനെ നമ്മൾ കോമ പോയിൻറ്റ്സ് കണ്ടുപിടിച്ചു. ഇനി മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് കാണാൻ വേണ്ടി 2 ഹെഡിങ് വരച്ചു. ഒന്ന് കോമ പോയിൻറ്റ്സ്, ഒന്ന് വാല്യൂ ഓഫ് ഇസഡ് 4x+y. ഒരു ടേബിളായിട്ട് വരയ്ക്കണമായിരുന്നു, ഞാൻ ടേബിൾ വരയ്ക്കാൻ മറന്നുപോയി. നിങ്ങളത് ടേബിൾ വരച്ചേക്കണം. ഹെഡിങ് തിരിച്ചിട്ട് ഇവിടെയും കൂടി ഒരു വരയിടുക. ആദ്യത്തെ കോമ പോയിൻറ്റ് 0 0, അതിൽ ഇസഡിൻ്റെ വില 4 × 0 + 0 0 കിട്ടി. അടുത്ത കോമ പോയിൻറ്റ് 30 0, ഇസഡിൻ്റെ വില 4 × 30 + 0 120 കിട്ടി. B 20 30, അവിടെ ഇസഡിൻ്റെ വില 4 × 20 + 30, അപ്പോൾ എത്ര കിട്ടി? 110 കിട്ടി. അടുത്ത കോമ പോയിൻറ്റ് C 0 50, അവിടെ ഇസഡിൻ്റെ വില 4 × 0 + 50 വന്നിട്ട് 50 കിട്ടി. ഇതിൽ മാക്സിമം വാല്യൂ 120 ആണ്, മനസ്സിലായി. അറ്റ് A 30. ഇനി അടുത്ത കണക്ക്, എല്ലാ കണക്കും ഒരു പോലത്തെയാണ്. കൺസിഡർ ദി LPP മാക്സിമൈസ് Z is equal to 3x + 2y subject to the constraints x + 2y less than or equal to 10, 3x + y less than or equal to 15, x greater than or equal to 0, y greater than or equal to 0. Draw its feasible region, find corner points and find maximum value of Z. ഇത് ഹോംവർക്കൊക്കെ കിട്ടിയാൽ തന്നേക്കുവാണ്. നിങ്ങൾ തന്നെ ഒരു ഗ്രാഫ് വരച്ച് നോക്ക്. ഏതായാലും എൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ഈ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഈ ആൻസർ തന്നെ കിട്ടും. മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് 18 അറ്റ് B 43 കിട്ടുന്നുണ്ടോ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ, കൺസിഡർ ദി LPP മാക്സിമൈസ് Z is equal to 50x + 40y subject to the constraints x + 2y greater than or equal to 10, 3x + 4y less than or equal to 24, x, y greater than or equal to 0. അങ്ങനെ തരാറുണ്ട്. ഓരോന്ന് സെപ്പറേറ്റും തരാറുണ്ട്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പിന്നെ ഒന്നിച്ച് എക്സ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അങ്ങനെയും തരും. ഫൈൻഡ് ദി ഫീസിബിൾ റീജിയൻ, ഫൈൻഡ് മാക്സിമം വാല്യൂ ഓഫ് ഇസഡ്. ആദ്യം നമുക്ക് x + 2y = 10, പിന്നെ നമുക്ക് 3x + y = 24 വരയ്ക്കാം. x 0 വരുമ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ 2y 10 വന്നിട്ട് y 5 ആണ്. y 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ x 10 ആണ്. അപ്പോൾ 2 പോയിൻറ്റ് 0-ന് 5, ഇത് y അക്ഷത്തിൽ, 10-ന് 0, ഇത് x അക്ഷത്തിൽ. നമ്മൾ വരയ്ക്കുകയാണ്. 0-ന് 5 y അക്ഷത്തിൽ, 10-ന് 0 x അക്ഷത്തിൽ. അപ്പോൾ നമുക്കൊരു ലൈൻ കിട്ടി. ഈ ലൈൻ്റെ അടുത്ത് x + 2y = 10 എഴുതുക. ഇനി അടുത്ത ലൈൻ 3x + 4y = 24 വേണ്ടി ഇതുപോലെ തന്നെ നിങ്ങൾ കോളം വരച്ച് തന്നെ പോയിൻ്റ് എഴുതാവുള്ളൂ, കണ്ടുപിടിക്കാവുള്ളൂ. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 വന്നിട്ട് 4y = 24 വന്നിട്ട് y 6 കിട്ടി. ഒരു പോയിൻറ്റ് 0ക്ക് 6. ഇനി y 0 കൊടുക്കുമ്പോൾ ഇവിടെ പോയിട്ട് 3x = 24 വന്നിട്ട് x 8, 8-ന് 0. ഇത് y അക്ഷത്തിൽ, 0ക്ക് 6 y അക്ഷത്തിലും 8-ന് 0 x അക്ഷത്തിലും. അപ്പോൾ y അക്ഷത്തെ 6ഉം x അക്ഷത്തെ 8ഉം വന്നിട്ട് ഒരു ലൈൻ കിട്ടി. അതാണ് 3x + 4y = 24. ഇനി നമ്മുടെ ഇനിക്വാളിറ്റി എല്ലാം നോക്കുക. x + 2y greater than or equal to 10 ആണ്. ഇതല്ലേ x + 2y = 10 എന്ന ലൈൻ. ഈ ലൈൻ കടലാസിനെ രണ്ടാക്കി മുറിച്ച് മുകളിലുള്ള ഈ സ്ഥലവും ഈ താഴെയുള്ള ഈ സ്ഥലവും അതിൽ താഴെയുള്ള ഭാഗത്താണ് 0 0 കിടക്കുന്നത്. നമുക്ക് 0 0 എഴുതി കൊടുക്കാം. 0 + 2 × 0, അതായത് 0 greater than or equal to 10 തെറ്റാണ്. അതുകൊണ്ട് x + 2y = 10 എന്ന് പറയുന്ന ഇത് x + 2y = 10 എന്ന് പറയുന്ന ലൈൻ്റെ താഴെയുള്ള 0 0 കൊടുത്തപ്പോൾ തെറ്റായി പോയതുകൊണ്ട് ഈ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗമാണ് ഷെയ്ഡ് ചെയ്യേണ്ടത്, മനസ്സിലായി. ഈ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗം നോക്കിയാൽ ഇത് മുഴുവൻ വരും. ഇനി അടുത്തത് 0ക്ക് 3x + 4y less than or equal to 24 ആണ്. ഇതാണ് 3x + 2y = 24. അതിൻ്റെ താഴെയാണ് 0 0. നമുക്ക് 0 0 എന്ന പോയിൻ്റ് ഇവിടെ കൊടുക്കാം. 3 × 0 + 4 × 0, അതായത് LHS 0 less than or equal to 24. അത് ശരിയാണ്. അപ്പോൾ ആ ലൈൻ്റെ താഴേക്കുള്ള ഇതാണ് ആ ലൈൻ, രണ്ടാമത്തെ ലൈൻ എൻ്റെ താഴേക്കുള്ള ഭാഗമാണ്. ആ ലൈൻ്റെ താഴേക്കുള്ള ഭാഗം മറ്റേ ലൈൻ്റെ മുകളിലേക്കുള്ള ഭാഗം. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട രണ്ടിൻ്റെയാണ് കോമൺ സ്ഥലം ഏതാണ്? ഈ x + 2y = 10ൻ്റെ മുകളിലേക്കുള്ള ഭാഗം. ഇതെല്ലാം വരും അന്നേരം 3x + 4y = 24ൻ്റെ താഴേക്കുള്ള ഭാഗം. അന്നേരം ഇത് വരില്ല എന്ന് മനസ്സിലായി, ഇതാണ് വരുന്നതെന്ന് മനസ്സിലായി. പക്ഷേ ഇവിടവും വരും. ഇവിടെ എന്ന് പറഞ്ഞ സ്ഥലം x + 2y = 10ൻ്റെ മുകളിലേക്കുള്ള ഭാഗത്തിലും 3x + 4y = 24ൻ്റെ താഴേക്കുള്ള ഭാഗത്തും വരുന്ന ഈ സ്ഥലം അവിടെ വരും. പക്ഷേ നമുക്ക് x greater than or equal to 0, y greater than or equal to 0 അങ്ങനെ വരുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ് ഈ കൂടെ കൂട്ടുന്നത്. അപ്പോൾ ഈ സ്ഥലം ഔട്ടായി പോകും. അപ്പോൾ ഇതാണ് ഷെയ്ഡ് ചെയ്ത സ്ഥലം.
ഇനി അതിൻ്റെ കോർണർ പോയിൻറ്റ്സ് എഴുതാൻ പോയാൽ ഒന്ന് എ, ഒന്ന് ബി, ഒന്ന് സി. എ സി നമുക്ക് പടത്തിൽ നിന്ന് കിട്ടും 0, 5, 0, 6. ബി മാത്രം കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് ബി സോൾവ് ദി 2 ലൈൻസ്. സൈഡിൽ കണ്ടുപിടിക്കുകയാണ്. ടു ഫൈൻഡ് ബി സോൾവ് 3x + 4y = 24. ഇക്വേഷൻ 1x + 2y = 10. 4y ഒരുപോലെ ആക്കാൻ വേണ്ടി ഇക്വേഷൻ 2നെ 2 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ കിട്ടിയത് 2x + 4y = 20. ഇക്വേഷൻ 3 1ഉം 3ഉം കൂടെ നിങ്ങൾ നോക്കിയാൽ കുറയ്ക്കാം. 1ൽ നിന്ന് 3 കുറച്ചു. അപ്പോൾ 4y പോയി കിട്ടി. 3x ന്ന് 2x കുറച്ച് x, 24ൽ നിന്ന് 20 കുറച്ച് 4x കിട്ടി. ഫ്രം ഇക്വേഷൻ 2 4 + 2y 10 വന്നിട്ട് 2y 6 വന്ന് y 3, B43 എന്ന പോയിൻ്റാണ് കിട്ടി. ഇനി കോർണർ പോയിൻറ്റ്സ് വാല്യൂ ഓഫ് ഇസഡ് 50x + 40y എന്ന ഹെഡിങ് എഴുതി നമ്മൾ മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് കാണാൻ പോവുകയാണ്. A05ൽ ഇസഡ് 50 × 0 + 40 × 5 200. B43ൽ ഇസഡ് 50 × 4 + 40 × 3 320. C06ൽ ഇസഡ് 50 × 0 + 40 × 6 240. മാക്സിമം വാല്യൂ ഓഫ് ഇസഡ് 320 അറ്റ് B43. അപ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡ് ചെയ്യണ സ്ഥലവും വരും. സോൾവ് ദി LPP ഗ്രാഫിക്കലി മിനിമൈസ് ഇസഡ് -3x + 4y സബ്ജക്റ്റ് ടു ഇങ്ങനെ 4 കൺസ്ട്രെയിൻ ചെയ്ത് ക്വസ്റ്റ്യൻ നമ്പർ 2 തന്നെയാണ്. അപ്പോൾ മിനിമൈസ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. മിനിമൈസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കോർണർ പോയിൻറ്റ്സ് കാണാനോ ഫീസിബിൾ റീജിയൻ വരയ്ക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും മിനിമം വാല്യൂ ആണെങ്കിൽ ഏറ്റവും അവസാനം വരെ ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെ ABC പിരിവില്ലാതെ ഒരു ക്വസ്റ്റ്യൻ വരും. പക്ഷേ ആ ക്വസ്റ്റ്യൻ മൊത്തം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2 തന്നെയാണത്. ഓരോ വർഷത്തെ പബ്ലിക് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എഴുതിയേക്കുന്നത്. സോൾവ് ദി LPP ഗ്രാഫിക്കലി മാക്സിമൈസ് ഇസഡ് 3x + 5y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻസ് x + 3y ≤ 3, x + y ≤ 2, x, y ≥ 0. ഇത് നമ്മുടെ ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യനാണ്. മാർച്ചിൽ x + 3y = 3ഉം x + y = 2ഉം 2 ലൈൻ വരയ്ക്കാൻ വേണ്ടി പോയിൻ്റ് എടുക്കുകയാണ്. ഇങ്ങനെ കോളം വരയ്ക്കുക. x y എന്ന് എഴുതുക. x 0 വരുമ്പോൾ ഇവിടെ 0 ആയിട്ട് 3y 3 വന്ന് y 1 0 1 എന്ന പോയിൻ്റ് വരുന്നു. അത് y അക്ഷത്തിലാണ്. y 0 വരുമ്പോൾ ഇവിടെ 0 ആയിട്ട് x 3 വരുന്നു. 3 0 എന്ന പോയിൻ്റ് അത് x അക്ഷത്തിലാണ്. y അക്ഷത്തെ 1ഉം x അക്ഷത്തെ 3ഉം അടയാളപ്പെടുത്തിക്കൊണ്ട് നമ്മൾ x + 3y = 3 എന്ന ലൈൻ വരച്ചു. ഇവിടുത്തെ x + y = 2, x 0 വരുമ്പോൾ y 2 ആണ്. y 0 വരുമ്പോൾ x 2 ആണ്. x 0 വരുമ്പോൾ y 2 ആണ്. y 0 വരുമ്പോൾ x 2 ആണ്. ആദ്യത്തെ പോയിൻ്റ് 0 2 y അക്ഷത്തിലും രണ്ടാമത്തെ പോയിൻ്റ് 2 0 x അക്ഷത്തിലും 2 ആണ് രണ്ടക്ഷത്തിലും വരുന്നത്. അപ്പോൾ x + y = 2 എന്ന ലൈൻ കിട്ടി. നമ്മുടെ ഫീസിബിൾ റീജിയൻ കാണാൻ വേണ്ടി x + 2y ≤ 3, x + 2y = 3 എന്ന് പറയുന്ന ലൈൻ കടലാസിനെ രണ്ടാക്കി മുറിച്ച് മുകളിലുള്ള ഈ ഭാഗവും താഴെയുള്ള ഈ ഭാഗവും അതിന് താഴെയാണ് 0 0 0 0 കൊണ്ടേ കൊടുത്തു. 0 + 0 അതായത് 0 ≤ 3 ശരിയാണ്. അപ്പോൾ x + 2y = 3 എന്ന ലൈൻ്റെ താഴേക്കുള്ള ഈ സ്ഥലം മൊത്തമാണ് ഷെയ്ഡിങ് വരുന്നതെന്ന് മനസ്സിലായി. അത് ഇത്രയും സ്ഥലങ്ങളെല്ലാം ഉണ്ട്. ഇനി x + y ≤ 2. ഇതാണ് x + y = 2 എന്ന ലൈൻ. അതിൻ്റെയും താഴെയാണ് 0 0. ഈ ലൈൻ ആദ്യം കടലാസിനെ രണ്ടാക്കി മുറിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ കാണുവാണ്. അതിൻ്റെ താഴെ ഭാഗമാണ് 0 0. 0 0 എഴുതി കൊടുക്കുമ്പോൾ 0 + 0 അതായത് 0 ≤ 2 ശരിയാണ്. ഈ താഴെയുള്ള ഭാഗമാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ലൈൻ്റെയും താഴെയുള്ള ഭാഗം ആദ്യത്തെ ലൈൻ്റെയും താഴെയുള്ള ഭാഗം. അപ്പോൾ രണ്ടിൻ്റെയും കൂടി കോമൺ എന്ന് ആലോചിച്ചാൽ ഇവിടെ എല്ലാം വരും. ഈ താഴെയുള്ള ഭാഗം ഇത്രയും സ്ഥലം വരുമെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടെ കയറി വരിക. ബാക്കി 2 ഇൻഇക്വാളിറ്റി വഴി ഫസ്റ്റ് ക്വാഡ്രൻറ്റും കൂടെ കയറി വരുമ്പോൾ ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിന് പുറത്തുള്ള ഈ സ്ഥലം ഔട്ടായി പോയിട്ട് ഇതാണ് 4ൻ്റെയും കൂടി കോമൺ റീജിയൻ എന്ന് മനസ്സിലായി. 4 ഇൻഇക്വാളിറ്റി ഉണ്ടെങ്കിൽ 4 ഇൻഇക്വാളിറ്റിയുടെയും കോമൺ റീജിയനാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് ഫീസിബിൾ റീജിയൻ. അങ്ങനെ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചിട്ട് ഇവിടെ ABC പിരിവൊന്നുമില്ല. സോൾവ് ദി LPP ഗ്രാഫിക്കലി മാക്സിമൈസ് അത്രയേ ഉള്ളൂ. അപ്പോൾ കോർണർ പോയിൻറ്റ്സ് ഈ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ എഴുതുന്നുള്ളൂ. നമുക്ക് പോയിൻ്റ് എല്ലാം വേണം. നോക്കിയറിയാം. O അറിയാം, A അറിയാം, C അറിയാം, പക്ഷേ B അറിയത്തില്ല. അത് ആദ്യം കണ്ടുപിടിച്ച് ടു ഫൈൻഡ് B സോൾവ് x + 2y = 3 and x + y = 2. ഇക്വേഷൻ 1 2
കുറച്ചാൽ മതിയല്ലോ. എക്സ് പോയി കിട്ടും. ഇക്വേഷൻ 1 നിന്ന് 2 കുറച്ചാൽ 2y = 1 വന്നിട്ട് y 1/2 എന്ന് കിട്ടി. y 1/2 ഇക്വേഷൻ 2ൽ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് കിട്ടാൻ എന്ത് ചെയ്യണം? 2 - y 2 - 1/2 3/2 കിട്ടി. അപ്പോൾ ബി എന്ന പോയിൻ്റ് 3/2 1/2. നമ്മൾ കോർണർ പോയിൻറ്റ്സ് വാല്യൂ ഓഫ് ഇസഡ് 3x + 5y എന്ന് ഹെഡിങ് എഴുതി. ഒരെണ്ണം O00, അടുത്തത് A20, അടുത്തത് B ഇപ്പോൾ കണ്ടുപിടിച്ച 3/2 1/2, അടുത്തത് C01. ഈ അക്ഷരത്തിൽ 01. ഓരോ സമയത്ത് ഇസഡിൻ്റെ വില എടുത്തു. ഇസഡ് അറ്റ് 00ൽ ഇത് മൊത്തം 0 ആയി പോകുന്നു. 0 കിട്ടി. 20ൽ ഇസഡ് = 3 × 2 + 5 × 0 6 വരുന്നു. 3/2 1/2ൽ ഇസഡ് = 3 × 3/2 + 5 × 1/2 9/2 + 5/2 14/2 വന്നിട്ട് 7 വരുന്നു. C0 വന്നിട്ട് ഇസഡ് = 3 × 0 + 5 × 1 വന്നിട്ട് 5 വരുന്നു. 7 മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഇസഡ് 7 അറ്റ് ബി 3/2 1/2 ഇങ്ങനെ തന്നെ എഴുതണം. മാക്സിമം വാല്യൂ ഇസഡ് സമമൊന്നും വേണ്ട. 7 അറ്റ് ബി 3/2 1/2. അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠത്തിന് ഇത്രയും കണക്കുകളെ ആകെയുള്ളൂ. ഒരു ഹോംവർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. എല്ലാ കണക്കിലും ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കണക്കുകൾ പൂർത്തിയാക്കുക. നാളെ നിങ്ങൾക്ക് പരീക്ഷയായിട്ട് ടെസ്റ്റ് പേപ്പർ 4 എന്ന് ഹെഡിങ് എഴുതി ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടേക്കും. ഒറ്റയ്ക്കൊരു ക്വസ്റ്റ്യൻ അത് ടെസ്റ്റ് പേപ്പർ ബുക്കിൽ ചെയ്തിട്ടേക്കണം. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ഹോംവർക്ക് ചെയ്യാൻ വന്നിട്ടില്ല. ആ ഹോംവർക്ക് ടെസ്റ്റ് പേപ്പർ ബുക്കിലേക്ക് ചെയ്താൽ മതി. ടെസ്റ്റ് പേപ്പർ 4 എന്ന് എഴുതിയിട്ട് ഈ ക്വസ്റ്റ്യൻ നമ്പർ 5 ഹോംവർക്ക് ടെസ്റ്റ് പേപ്പർ ബുക്കിലേക്ക് ചെയ്താൽ മതി. അപ്പോൾ ടെസ്റ്റ് പേപ്പറും കൂടി ആയിക്കോളൂ. അത് ഈ ആൻസർ ലാസ്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ടെസ്റ്റ് പേപ്പർ 4 ആണ്. ടെസ്റ്റ് പേപ്പർ 4 ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രാഫ് വെച്ചിട്ട് എനിക്ക് അയച്ചു തരണം. ഡിറ്റർമിനൻസിൻ്റെ പരീക്ഷ കുറച്ച് പിള്ളേരെ എഴുതിയിട്ടുള്ളൂ. അവർ അവിടം വരെ പഠിച്ചെത്തിയില്ല എന്നാണ് പല കുട്ടികളോടും ചോദിച്ചപ്പോൾ പറഞ്ഞത്. നിങ്ങളത് എത്രയും പെട്ടെന്ന് പഠിച്ച് അതിൻ്റെ പരീക്ഷ എഴുതി എനിക്ക് അയക്കണം. അതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ LPPയുടെ ഗ്രാഫും കൂടി മനസ്സിലാക്കിയിട്ട് ഇത് ടെസ്റ്റ് പേപ്പർ 4 ആയിട്ട് ഇതിൻ്റെ ഗ്രാഫ് ടെസ്റ്റ് പേപ്പർ ബുക്കിൽ തന്നെ എഴുതി അതും എനിക്ക് അയച്ചു തന്നേക്കണം. അയച്ചു തരുന്നവരാരൊക്കെയെന്ന് കൃത്യമായിട്ട് ഞാൻ പേര് എഴുതി എടുക്കുന്നുണ്ട്. അപ്പോൾ അയച്ചു തരാത്തവരുടെ പേര് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളുടെ C മാർക്ക് കുറയ്ക്കുന്നതായിരിക്കും. ടെസ്റ്റ് പേപ്പർ കൃത്യമായിട്ട് എഴുതണം. ടെസ്റ്റ് പേപ്പർ 4 വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി റിലേഷൻ ഫംഗ്ഷൻ്റെ പരീക്ഷ ഒരു ദിവസം കൂടി കഴിഞ്ഞ് നിങ്ങളോട് അത് ഒന്നോടെ എഴുതാൻ ഞാൻ പറയുകയാണ്. കാരണം അത് ആരും തന്നെ 10 പിള്ളേർ 15 പിള്ളേരാണ് ആദ്യമായിട്ട് അയച്ചെന്നുള്ളത്. ടെസ്റ്റ് പേപ്പർ 1 എന്ന് നമ്പർ എഴുതി പിന്നെ നമുക്ക് എഴുതാനുള്ളതാണ്. അത് പോട്ടെ. ഇപ്പോൾ ഡിറ്റർമിനൻസിൻ്റെ പരീക്ഷ എഴുതാത്തവർ ടെസ്റ്റ് പേപ്പർ 3 അതും ഈ LPPയുടെ പരീക്ഷ നാളെ എഴുതേണ്ടത് ടെസ്റ്റ് പേപ്പർ 4 എന്ന് എഴുതിയിട്ട് ഈ കണക്കാണ് ഹോംവർക്കായിട്ടുള്ള കണക്ക്. എന്നിട്ട് ഈ ആൻസർ കിട്ടുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്ത് ശരിയായിട്ട് മാർക്കിട്ട് 10ലാണ് ഈ പരീക്ഷ 10/10 അങ്ങനെ മാർക്കിട്ട് എനിക്ക് അയച്ചു തരിക. ഏറ്റവും ചെറിയ പാഠം ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇൻ്റഗ്രേഷൻ 3 ചാപ്റ്ററാണ്. അതെങ്ങനെയൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് എളുപ്പമുള്ള പാഠം പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക.